സാറേ, ഞാനങ്ങ് രാത്രിയിൽ കിടന്നങ്ങ് സ്വപ്നം കണ്ട്. അതിനെ തുടർന്നാണോ എനിക്കറിയില്ല മോഷണം നടത്തിയത്. ഇത് ഒരു കള്ളന്റെ പോലീസിനോടുള്ള വാക്കുകളാണ്. ഈ വാക്കുകൾ സത്യമാണോ അല്ലേ എന്നുള്ളത് കള്ളന് മാത്രം അറിയാം. കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിനിടെ കുപ്രസിദ്ധ കള്ളനായിട്ടുള്ള വെള്ളംകുടി ബാബു പോലീസിനോട് പറഞ്ഞതാണ് രാത്രിയിൽ കിടന്ന സ്വപ്നം കാണക്കമാണെന്ന്. കൊല്ലം ജില്ലയിലെ അഞ്ചൽ അഗസ്ത്യക്കോട് കഴിഞ്ഞ ദിവസം 2 വീടുകളിൽ മോഷണം നടന്നിരുന്നത്. ഈ മോഷണത്തെ തുടർന്ന് വീടുകളുടെ മുൻവശത്തെ കതക് പൊളിച്ച വീട്ടിനുള്ളിൽ കയറിയ മോഷ്ടാവ് അലമാരിൽ സൂക്ഷിച്ചിരുന്ന 6 പവനോളം സ്വർണവും 10,000-ഓളം രൂപയും കവർന്നു. തുടർന്ന് പോലീസ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുവരുന്നതിനിടയിൽ അഗസ്ത്യക്കോട് കലങ്ങ് ജംഗ്ഷന് സമീപത്തുള്ള റബ്ബർ തോട്ടത്തിൽ നിന്നും കുപ്രസിദ്ധ മോഷ്ടാവായിട്ടുള്ള വെള്ളംകുടി ബാബുവിനെ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ കുപ്രസിദ്ധ മോഷ്ടാവായിട്ടുള്ള വെള്ളംകുടി ബാബു എന്ന ബാബു ഈ വീടുകളിൽ മോഷണം നടത്തിയത് താനാണെന്ന് സമ്മതിക്കുകയും താൻ മോഷണം നടത്തിക്കൊണ്ടുപോയ സ്വർണ്ണാഭരണങ്ങൾ തൊട്ടടുത്തുള്ള വാഴപ്പുരയിടത്തിലെ വാഴക്കരിയിലകൾക്കിടയിൽ ഒളിപ്പിച്ചിരിക്കുന്നത് പോലീസിനോട് പറയുകയും ചെയ്തു. തുടർന്ന് മോഷ്ടാവിനെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും മോഷണം മുതൽ ഒളിപ്പിച്ചിരുന്ന ഭാഗത്തുനിന്ന് സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു. സംസ്ഥാനത്തിന്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ 100-ൽ പരം മോഷണ കേസുകളിലെ പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന വെള്ളംകുടി ബാബു എന്ന് പറയുന്ന ബാബു. മോഷണം നടത്തി ജയിലിൽ പോവുകയും ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയാൽ ഉടനെ തന്നെ വീണ്ടും കാണിക്ക വഞ്ചികളും കുരിശടികളും കുത്തിപ്പൊളിക്കുകയും വീടിന്റെ മുൻവശത്തെ കതക് പൊളിച്ച് മോഷണം നടത്തുന്നതുമാണ് ഇയാളുടെ പതിവ്. അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു. കേരള സിനിമാ ന്യൂസ്, അഞ്ചൽ.